ഹായ് ഹലോ, ഞാൻ നിംസ്. നിംസ് 777 ടാറോട്ട് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സ് നിത്യം പോലെ തന്നെ പ്രാർത്ഥിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുവാനും നെഗറ്റീവ് ചിന്തകളെ നിങ്ങൾ നിന്ന് റിമൂവ് ആവാനും നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് റിമൂവ് ആവാനും വേണ്ടി പ്രാർത്ഥിക്കുക. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങളെപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായിട്ട് വരും കേട്ടോ. നമുക്കപ്പോൾ റീഡിങ്ങിലേക്ക് പോയാലോ. നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് അതിൻ്റെ തുടക്കം മുതൽ ഇന്ന് ഈ ഒരു നിമിഷം വരെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ആ ചിന്തയുണ്ടല്ലോ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ട്, അത് എന്തായിരുന്നു നമുക്ക് നോക്കിയാലോ. യൂണിവേഴ്സ് എന്താണ് കാർഡ്സിലൂടെ പറഞ്ഞു തരുന്നത് നോക്കിയാലോ. നമുക്ക് ആദ്യത്തെ കാർഡ് നോക്കാം. ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് വിസ്പേഴ്സ് ഓഫ് എഫെക്ഷൻ മേക്ക് ലവ് ബ്ലൂംസ്. ഇത് റൊമാൻസിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് വാത്സല്യത്തിൻ്റെ മൃദുവായ മന്ത്രിപ്പുകൾ ആണ് ഫീൽ ചെയ്തത്. ഒരു എന്താ പറയുക, ഒരു കെയർ ചെയ്തിരുന്ന വാത്സല്യത്തോടു കൂടി നിങ്ങളെ നോക്കി കണ്ട ഒരു പേഴ്സൺ, ആ വ്യക്തിയെ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ആ സമയത്ത്. മറ്റുള്ളവർ ചിലപ്പോൾ നിങ്ങളെ അങ്ങനെ ഒരു കെയർ ചെയ്തിട്ടുണ്ടാവില്ല സ്നേഹത്തോട് കൂടിയിട്ടു. പക്ഷേ ഈ പേഴ്സണെ കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുമ്പോൾ ഹാവിങ് എ ബ്രീഫ് അഫെയർ ഓർ എ റോക്കി റിലേഷൻഷിപ്പ്. ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾക്ക് പിന്നീട് തോന്നിയത്, നിങ്ങളും അവരും തമ്മിൽ ഡിസ്റ്റൻസ് വന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നിയത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ ഹ്രസ്വമായ ഒരു ബന്ധമായിട്ടാണ് തോന്നിയത്. അല്ലെങ്കിൽ അവർ ഇതൊരു തമാശയായിട്ട് കരുതിയ പോലെയാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തതെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ആണോ? ആ ഒരു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ബന്ധം പെട്ടെന്ന് വന്ന് അവസാനിച്ച പോലെയാണ് തോന്നുന്നത്. കുറച്ച് നാളത്തെ ഒരു ബന്ധം പോലെ. മനസ്സിലായോ? ആ സമയത്ത് നിങ്ങൾ അനുഭവിച്ച ഒരു സന്തോഷവും ഇതൊക്കെ പെട്ടെന്ന് ഇല്ലാതായ പോലെയാണ് തോന്നുന്നത്. ഒരു ഷോർട്ടായിട്ടുണ്ടായ ഒരു റിലേഷൻഷിപ്പ് പോലെയാണ് നിങ്ങൾക്ക് പിന്നീട് അത് ഫീൽ ചെയ്തത്. ഓക്കെ, അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ മൂന്നാമത്തെ കാർഡ് നോക്കൂ. എന്താ? ഹാവിങ് എ ലോങ് വേ ടു ഗോ ഓർ ടേക്കിംഗ് മെനി റിറ്റൂർസ്. എന്താണ് മൂന്നാമത്തെ കാർഡ് പറയുന്നത്? ഇനി എനിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് മാറി സഞ്ചരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആയിരിക്കാം അല്ലേ, അല്ലെങ്കിൽ കുറച്ച് ഇടയ്ക്കൊക്കെ മെസ്സേജ് ചെയ്യുക, അങ്ങനെയൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ കോൾ ചെയ്യുക. അല്ലെങ്കിൽ ആ ബന്ധം പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഒരു ഇതിലുണ്ട്, ഇത് ശരിയായിട്ടല്ല പോകുന്നത്, മുന്നത്തെ പോലെ ഒരു സ്നേഹമൊന്നും ഇല്ല, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ അവോയ്ഡ് ചെയ്യുന്ന പോലെ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യാണ്, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവർ ഡിസൈഡ് ചെയ്യാണ്, ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് മാറി നിന്നാലോ, എനിക്ക് ഇനി ഒരുപാട് ദൂരം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനില്ലേ, ഞാൻ എന്തിനാണ് ഇതിൽ തന്നെ നിൽക്കുന്നത്, ഇത് മാറി നിന്ന് ചിന്തിച്ച് നോക്കിയാലോ എന്നൊക്കെ. അങ്ങനെ ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ മൂന്നാമത്തെ കാർഡ് കാണിക്കുന്നത്. 3 കാർഡിൻ്റെ മീനിങ് മനസ്സിലായോ? ആദ്യത്തെ കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒത്തിരി അവർ നിങ്ങളെ കെയർ ചെയ്യുന്ന പോലെ, വാത്സല്യത്തോടെ കൂടി നോക്കുന്നത് പോലെ നിങ്ങൾക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിരുന്നത്. പിന്നീട് നിങ്ങൾക്ക് തോന്നി ഈ ഒരു ബന്ധം ഡിസ്റ്റൻസ് വന്നപ്പോൾ തോന്നി ഇതൊരു ചെറിയൊരു ബന്ധമായിരുന്നു, കുറച്ച് നാളത്തേക്കുള്ളൊരു ബന്ധമായിരുന്നു, അവർക്കിതൊരു തമാശയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നി. അതിനുശേഷം നിങ്ങൾ ചിന്തിക്കുകയാണ് ഈ ഒരു ബന്ധത്തിൽ തുടരണോ, ഒന്ന് മാറി നിൽക്കണോ, അല്ലെങ്കിൽ ഞാൻ മാറി ചിന്തിക്കണോ, വഴിമാറി സഞ്ചരിക്കണോ എന്നൊക്കെ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നല്ല പറഞ്ഞിരുന്നു. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഫോർത്ത് കാർഡ് എന്ന് പറയുമ്പോൾ ഫീലിംഗ് ഇൻഫാക്ച്വേറ്റഡ് ഓർ ഹാവിങ് എ ഇൻറ്റൻസ് അഫെയർ. ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഇങ്ങനെ വഴിമാറി ചിന്തിക്കാൻ നിങ്ങൾ തീരുമാനിച്ചാൽ പോലും നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു തീവ്രമായ ബന്ധമാണോ ഇത്. അവർക്ക് ചിലപ്പോൾ ഒരു ഷോർട്ടായിട്ടുള്ള ഒരു ബന്ധമായിട്ട് അവർക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവാം, അവരതിനെക്കുറിച്ച് ഒരു തമാശയായിട്ടൊക്കെയോ കരുതിണ്ടാവാം. എന്നാൽ എനിക്ക് അങ്ങനെ ആയിരുന്നില്ല. എനിക്ക് ഈ ബന്ധം എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൽ തീവ്രമായിട്ട് ആഴത്തിലിറങ്ങിയ ഒരു ബന്ധമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഫിഫ്ത്ത് കാർഡ് എന്ന് പറയുമ്പോൾ ഫൈൻഡിങ് എ ലോങ് ടേം ഹാർമോണിയസ് റിലേഷൻഷിപ്പ്. എന്താ പറയുന്നത്? നിങ്ങളുടെ ഈ ബന്ധം എന്ന് പറയുന്നത് നിങ്ങൾ ചിന്തിക്കുകയാണ്
കാലാകാലത്തോളം നീണ്ടു നിൽക്കുന്നൊരു ബന്ധമാണെന്ന് എനിക്ക് തോന്നുന്നു. ഫ്യൂച്ചറിനെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. 4ാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ തീവ്രമായിട്ടുള്ള ബന്ധമായിട്ട് തോന്നുന്നു നിങ്ങൾക്ക്. 5ാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ഇത് ദീർഘകാലത്തേക്ക് വേണ്ടിയുള്ളൊരു ബന്ധമാണ് അല്ലേ. അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്നാലോ എന്ന് നിങ്ങൾക്ക് മനസ്സിനോട് തന്നെ നിങ്ങൾ ചോദിക്കുകയാണ്. എനിക്കിത് മറക്കാൻ പറ്റുന്നില്ല, ഇത് എൻ്റെ ലൈഫ് എൻഡ് വരെ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ ഫ്യൂച്ചർ കാർഡ് കാണിക്കുന്നത്. അവർ നിങ്ങളിലേക്ക് മടങ്ങി വരാനായിട്ട് നിങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളിലുള്ള പ്രണയം അത് സത്യസന്ധമായിരുന്നു, അത് തീവ്രമായിരുന്നു എന്നാണ് ഇവിടെ കാർഡ്സ് കാണിച്ചു തരുന്നത്. അടുത്ത കാർഡ് എന്ന് പറയുമ്പോൾ ഒരു സെലിബ്രേഷൻ ആണ്. ടേക്കിംഗ് ടൈം ടു അപ്രീഷിയേറ്റ് ദ ഗുഡ് തിങ്സ്. നമ്മൾ കുറച്ച് സമയം കൊടുത്താലും നമുക്ക്, അവരിപ്പോൾ എന്തൊക്കെ തിരക്കിലാണെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും അവർ ചിലപ്പോൾ ബിസി ആയിരിക്കാം, അവരുടേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർ തിരക്കിലായിരിക്കാം. ഒരു നല്ല കാര്യം സംഭവിക്കണമെങ്കിൽ നമുക്ക് സമയം കൊടുക്കണം എന്നല്ലേ നല്ലത് അവർക്ക്, അല്ലേ? അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ. അങ്ങനെയാണ് യൂണിവേഴ്സ് ഇവിടെ കാർഡ്സിലൂടെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ചിന്തിക്കുകയാണ് കുറച്ചും കൂടി സമയം അവർക്ക് കൊടുത്താലോ. അപ്പോൾ അവരും നിങ്ങളും തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആയിരിക്കാം, ഇങ്ങനെ നിങ്ങളുടെ മനസ്സിലൂടെ കടന്നു പോകുന്നു. ആദ്യം ചിന്തിച്ചു ഒത്തിരി സ്നേഹിക്കുന്ന ഒരു പേഴ്സണാണ്, എന്നാൽ ഗ്യാപ്പ് വന്നപ്പോൾ ചിന്തിച്ചു വളരെ പെട്ടെന്ന് വന്നുപോയി. ഒരു മിന്നൽ വന്നിട്ട് പെട്ടെന്ന് പോവില്ല, അതുപോലെ ഒരു ബന്ധമായിരുന്നു, പെട്ടെന്ന് വന്നുപോയി ഒരു ബന്ധമായിരുന്നു നിങ്ങൾ ചിന്തിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയാണ് ഇതിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല, ഞാൻ ഒന്നും കൂടി ഒന്ന് വഴിമാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു, എൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, അവർ വരുമ്പോൾ വരട്ടെ, ഞാൻ അവരെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട്, തീവ്രമായിട്ടുള്ളൊരു ബന്ധമാണിത്, അവർക്കും അങ്ങനെ എന്ന് ഫീൽ ചെയ്യുന്നു, അപ്പോൾ അവർ മടങ്ങി വരട്ടെ. ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ബന്ധം അത് നീണ്ടു നിന്ന് പോകണം, നമ്മുടെ ലൈഫ് എൻഡ് വരെ നീണ്ടു നിന്ന് പോകണമെന്ന് നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇല്ലേ. പിന്നീട് നിങ്ങൾ ആലോചിക്കുകയാണ് എൻ്റെ പേഴ്സണ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ടാവാം, ഈ ഒരു ബന്ധം നിലനിൽക്കണമെങ്കിൽ, അത് ലൈഫ് എൻഡ് വരെ വേണമെങ്കിൽ നമ്മൾ അവർക്ക് സമയം കൊടുക്കണം, അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സമയം കൊടുക്കണം. നല്ല കാര്യം സംഭവിക്കണമെങ്കിൽ പെട്ടെന്ന് നടക്കുന്നതൊക്കെ നമുക്ക് എന്ന് നിലനിൽക്കുമോ? ഇല്ല. നമ്മളൊന്ന് തിങ്ക് ചെയ്ത് എന്തൊക്കെയാണ് അതിൻ്റെ വരുംവരായകളൊക്കെ എന്ന് മനസ്സിലാക്കി കണ്ട് അവർക്കൊരു സമയം കൊടുക്കൂ. അവർ ചിലപ്പോൾ നിങ്ങളിലേക്ക് വരാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്, എന്നാൽ അവർക്കിപ്പോൾ ചെയ്യാനായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങൾ അവർ ചെയ്യട്ടെ, അതിനുശേഷം അവർ നിങ്ങളിലേക്ക് മടങ്ങി വരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സെലിബ്രേഷനാണ് കാണിക്കുന്നത്. അപ്പോൾ അതുവരേക്കും അവർക്ക് എന്തൊക്കെ ചെയ്യാണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. ഫാമിലിക്കാണോ കരിയറിനാണോ എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് ഇത് നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡ് ആവുകയാണെങ്കിൽ മാത്രം സ്വീകരിക്കുക കേട്ടോ. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് 3 കാർഡ്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1ാമത്തെ കാർഡ് എന്ന് പറയുമ്പോൾ ഇൻ 60 days 60 ദിവസത്തിനുള്ളിൽ നിങ്ങളും അവരും ഒന്നാവാനായിട്ടുള്ള ഒരു ചാൻസ് ആണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള കാർഡ്സാണ്. 60 ദിവസം നിങ്ങൾ നോക്കി വെച്ചോളൂ. അടുത്തത് ഇൻ 26 days 26 ദിവസം അതിനുള്ളിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. അടുത്തത് പറയുമ്പോൾ ഇത്തിരി ലോങ് ആണ്. നെക്സ്റ്റ് സെപ്റ്റംബർ ആണ് കാണിക്കുന്നത്. എന്താ പറയുക, അതുവരെ വെയിറ്റ് ചെയ്യണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. എല്ലാവർക്കും അല്ല കേട്ടോ, കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എനർജീസിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. എല്ലാവരും വ്യത്യസ്ത എനർജിയാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ റെസിനേറ്റ് ആവാന്നുണ്ടെങ്കിൽ സ്വീകരിക്കുക കേട്ടോ. 60 ദിവസം അല്ലെങ്കിൽ 76 ദിവസം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒത്തിരി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ഇതാണ് അല്ലേ. 1 മാസമൊക്കെ വെയിറ്റ് ചെയ്യണം, ചിലവർക്ക് 60 ദിവസം 3 മാസമൊക്കെ വെയിറ്റ് ചെയ്യണം, അടുത്തവർക്ക് സെപ്റ്റംബർ വരേക്കും വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഏതാ വാല്യൂഡ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേറ്റിട്ട് പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. നമ്മുടെ ആഗ്രഹം എത്ര കണ്ട് നമ്മൾ യൂണിവേഴ്സിൽ സമർപ്പിക്കുന്നുവോ അത് ഓരോ ദിവസവും എത്രമാത്രം തീവ്രമാകുന്നുവോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങളിലേക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവുക. ഈ 26 ദിവസം അല്ലെങ്കിൽ 60 ദിവസം എന്നൊക്കെ പറയുന്നത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടെങ്കിൽ അതിനേക്കാൾ മുന്നേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാർഡ്സ് വെച്ചിട്ട് നിങ്ങൾ ഈ 3 മാസം വരെ ഞാൻ വെയിറ്റ് ചെയ്യണ്ടേ എന്ന് ചിന്തിക്കേണ്ട. അഥവാ അങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു 3 മാസ കാലയളവ് അല്ലെങ്കിൽ 1 മാസ കാലയളവ് അല്ലെങ്കിൽ സെപ്റ്റംബർ വരെയുള്ള ആ കാലയളവ് നിങ്ങളുടെ കാര്യത്തിൽ എൻഗേജ്ഡ് ആവും. അതിന് മുന്നേ നിങ്ങളിലേക്ക് എത്തും.
നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് കൊടുത്തിട്ട്, നിങ്ങളുടെ കരിയർ ആയിരിക്കാം, നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആയിരിക്കാം, അതൊക്കെ കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നേറി പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇതിനുള്ളിലേക്ക് പോസിറ്റീവ് ആവും എല്ലാ കാര്യങ്ങളും. അത് നമ്മൾ എത്രമാത്രം ആഗ്രഹമുണ്ടെന്ന് യൂണിവേഴ്സിന് വിശ്വാസമാവണം അല്ലേ. അപ്പോൾ പ്രാർത്ഥിക്കണം. എന്നും പറയേണ്ട കാര്യമില്ലല്ലോ പ്രാർത്ഥിക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനും ഒക്കെ. അത് നിങ്ങൾക്കറിയുന്ന കാര്യമല്ലേ. അതുപോലെ തന്നെ താങ്ക് യു പറയണം. എന്ത് തന്നെ നമുക്ക് നമ്മുടെ ലൈഫിൽ സംഭവിച്ചാലും നമ്മളതിന് താങ്ക് യു പറയണം. ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് എപ്പോഴും ഞാൻ അടുത്ത് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം നിങ്ങൾ അതുപോലെ അത്രമേൽ ആഗ്രഹിച്ച് കണ്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുവാനായിട്ട് പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. ആ ഒരു മാനിഫെസ്റ്റേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തൊരു കാര്യമായിക്കോട്ടെ, ഇത് റിലേഷൻഷിപ്പിൽ മാത്രമല്ല, നമുക്ക് സാധിക്കേണ്ട എന്തൊരു കാര്യമായാലും ഈ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യം ഓരോ ദിവസം ചെല്ലുന്നതും അത് കൂടി വരണം. അത് സാധിച്ച പോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം. അതെനിക്ക് സാധിച്ചു തന്നതിന് യൂണിവേഴ്സിനോട് താങ്ക് യു എന്ന് പറയണം. മനസ്സിലായോ? അപ്പോൾ ഇത്രയും ഈ 3 കാർഡ്സ് എന്ന് പറയുന്നത് അത്രയും വലിയ ഡിസ്റ്റൻസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. അതിന് മുന്നേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും കേട്ടോ. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങളിലേക്ക് കൂടുതൽ വീഡിയോസുമായിട്ട് ഞാൻ വരും. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന ഒരു ഉത്തരവുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. നിങ്ങൾ നിരാശപ്പെടേണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. കുറച്ചു കാലമൊക്കെ നമ്മൾ കാത്തിരിക്കുമ്പോൾ നമുക്ക് മനസ്സിനോട് തന്നെ തോന്നും, എന്തിനു വേണ്ട ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് നിരാശയിൽ. അങ്ങനെ വേണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നേറിപ്പോകൂ. നിങ്ങൾക്ക് ഒത്തിരി കാര്യം സാധിക്കാനുണ്ടെന്നേ. അവരവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ നിങ്ങളിലേക്ക് മടങ്ങി വരും അല്ലേ. അപ്പോൾ ഞാൻ റീഡിങ് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം നിംസ്.